Hi friends, Assalamualaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു mozzarella cheese-ന്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ചീസ് ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ടെന്ന് പറയുമ്പോൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൈയോടൊക്കെ തൊട്ട് നോക്കുമ്പോൾ കൈക്ക് പറ്റാവുന്ന ചൂടുണ്ടല്ലോ, അത്രയും ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ പാല് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്റർ മിൽക്കിന് 5 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ പാലൊന്ന് പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ വെള്ളവും ഇതൊക്കെ ഒന്ന് വേർതിരിഞ്ഞ് വരുന്നത് വരെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊരു അരിപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാം. ഇനി ഇതൊന്ന് കൈയിലേക്ക് എടുത്ത് 2 കൈ കൊണ്ട് നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് അതിൽ വെള്ളം മുഴുവനും അങ്ങ് കളയണം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ചുകൂടി വെള്ളം എടുക്കാം. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന അത്രയും പാകത്തിലുള്ള ചൂട് വെള്ളം മതി. അതിലേക്ക് ഈ ചീസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അതെടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൽ വെള്ളമൊക്കെ ഒന്ന് കളയാം. ഇങ്ങനെ ഇനി വീണ്ടും അതിലേക്ക് തന്നെ ഇട്ട് ഒന്നെടുത്ത് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളയാം. ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പിസ്സയിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല വലിഞ്ഞ് വരുന്ന ചീസായിട്ട് മാറുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ആ വലിച്ചിൽ ചീസിന് വരുന്നത്. ഇങ്ങനെ എടുത്ത് നന്നായിട്ട് 2 കൈ കൊണ്ടും പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോഴാണ് അത് നന്നായിട്ട് ആ ഒരു ടെക്സ്ചറിൽ വരിക. ഇതിന് വീണ്ടും വെള്ളത്തിലിട്ട് വീണ്ടും പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു ചുരുങ്ങിയത് ഒരു 5 മിനിറ്റെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് എത്രത്തോളം ചെയ്യുന്നോ അത്രയും നല്ലതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് സാധാ വെള്ളം നോർമൽ വാട്ടർ എടുക്കാം. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ചീസ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചീസ് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് അതിൽ വെച്ചതിന് ശേഷം ഒന്നെടുത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിൽ വെള്ളം മുഴുവനും കളയാം. ഇനി ഒരു ക്ലിംഗ് റാപ്പ് എടുത്ത് അതിലേക്ക് ചീസ് വെച്ച് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഓവർനൈറ്റാണ് വെച്ചത്. അതിനുശേഷം എടുത്തൊന്ന് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്ലൈസസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും. ഞാനിവിടെ കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചീസിന് കുറച്ച് ഉപ്പ് ഉണ്ടാവുമല്ലോ, അതുപോലെ വേണമെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിലിടുന്ന സമയത്ത് ആ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാനിന്ന് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ
നമ്മളെ മോസറല്ല ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.